കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി കോളേജിലേക്ക് പോയിട്ട് റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. ഇന്ദ്രൻ വന്നിട്ട് ചാഹാ ടീച്ചർ കോളേജിലേക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പല്ലവി ഒന്നും മിണ്ടാൻ നിന്നു. പെട്ടെന്ന് ഇന്ദ്രൻ തന്റെ കയ്യിലിരിക്കുന്ന പൂച്ചണ്ട് പല്ലവിക്ക് അങ്ങോട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് പിടിക്ക് പല്ലവി ടീച്ചറെ, ഒന്നുമല്ലേലും ഇന്ന് കോളേജിലേക്ക് പോകാൻ തുടങ്ങുമല്ലേ, നല്ലൊരു കാര്യമല്ലേ നടക്കാൻ പോന്നെ, എന്നിട്ട് എന്നോടൊന്ന് ക്ഷമിച്ചെന്ന് ഒരു വാക്കൊന്ന് പറയാ. ഇത് കേട്ടെന്ന് പല്ലവി രൂക്ഷമായിട്ട് ഇന്ദ്രനെ നോക്കി. എന്താ ടീച്ചർ ഇങ്ങനെ നോക്കണേ? അതെ, നല്ല കാര്യമല്ലേ സംഭവിച്ചിരിക്കുന്നേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുക. പക്ഷെ അതിന്റെ പേരിൽ ഇനി എന്നെ ക്രൂശിക്കരുത്. ഈ പൂച്ചെണ്ണ അങ്ങോട്ട് വാങ്ങാൻ പറയണം. പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു. ആ സമയത്താണ് അങ്ങോട്ട് മുകുന്ദൻ ഭാഷയും കൂടെ ഇറങ്ങി വരുന്നത്. മുകുന്ദൻ ഭാഷ സ്കൂട്ടിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുക. പെട്ടെന്ന് അവിടെ വന്നപ്പോ ഇന്ദ്രനെ കണ്ടപ്പോ പെട്ടെന്ന് കൂടെ നിർത്തി. എന്നിട്ട് എന്താടാ കാര്യം ചോദിക്കണം. അതെ, ഞാൻ എന്റെ ഭാര്യനെ അഭിനന്ദിക്കാൻ വന്നാ. എന്റെ ഭാര്യ ഇന്ന് കോളേജിലേക്ക് വീണ്ടും പോയി ജോയിൻ ചെയ്യുമല്ലേ, അപ്പൊ ഒന്ന് അഭിനന്ദിക്കണ്ടേന്ന് ചോദിക്കും. എനിക്ക് കുറച്ച് തെറ്റുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. അതെ, എന്റെ അച്ഛനും എന്റെ ഭാര്യ അതൊന്ന് ക്ഷമിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും രൂക്ഷമായിട്ട് പല്ലവി നോക്കി. ഇത് പിടിക്ക് ടീച്ചറാന്ന് പറഞ്ഞ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ പല്ലവി പെട്ടെന്ന് ആ പൂച്ചനെ അങ്ങോട്ട് വാങ്ങി ഒരു ഒറ്റ ഏറെ അങ്ങോട്ട് കൊടുക്കുവാണ്. ഇത് ഇന്ദ്രനെ അങ്ങോട്ട് സഹിച്ചില്ല. അപ്പൊ എന്നോടുള്ള ദേഷ്യം ഇതുവരെയായിട്ടും പല്ലവിക്ക് മാറിയിട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ദേഷ്യം മാറി നിൽക്കണോ വഴിയെന്ന് പറയാണ്. ഈ സമയം മൂന്നും ഭാഷ പറഞ്ഞു, ഓ നീ വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങിയോ? ഒരു കാര്യം ചെയ്യ, നീ വല്ല നാടകത്തിലോ സിനിമയിലോ എവിടെയെങ്കിലും പോയി അഭിനയിക്കുക. ഇതിനേക്കാളും നല്ലതായിരിക്കും അത്, നിനക്ക് നല്ല ഓസ്കാർ അവാർഡും കിട്ടുമെന്ന് പറയാണ് മൂന്നും ഭാഷ. അച്ഛാ ഇങ്ങനെയൊന്നും പറയരുത്. ഇതേ എന്റെ തെറ്റുകളൊക്കെ പൊറുക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ക്ഷമ ചോദിച്ചുള്ള പല്ലവിയോട്. ഇതേ എനിക്ക് ഇവിടെ വിട്ടുതരണം, ഞാൻ ഇവിടെ നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കും, പഴയ തെറ്റുകളൊന്നും ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയണം. കൊള്ളാലോ നിന്റെ അഭിനയം. അതെ, മോളൊന്നും മൈൻഡ് ചെയ്യണ്ട, മോള് വന്ന് കയറാൻ പറയാണ്. ഈ സമയത്ത് ഇന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് മൂന്നും ഭാഷന്റെ വണ്ടിയിലേക്ക് പല്ലവി കയറുവാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ പോവാണ്. ആ കാഴ്ച കണ്ട് ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു, നീ അതേ ദിവസം ഇങ്ങനെ പോകത്തില്ലേ, ഈ ഇന്ദ്രൻ ആരാ നിന്നെ കാണിച്ചു തരാന്ന് പറയാണ്. പിന്നീട് പല്ലവി നേരെ കോളേജിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ശ്രീദേവി ടീച്ചർ കൂടെ എന്താ ടീച്ചറിനോട് പറയാം, ദേ വരുന്നുണ്ടല്ലോ, ആരാ വരുന്നതെന്ന് നോക്കിയെന്ന് പറയണം. യാതൊരു ഉളുപ്പുണ്ടോന്ന് നോക്കിയേ, അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് സ്വന്തം ഭർത്താവിനെ തല്ലിയിട്ട് കൂളായിട്ട് കയറി വരുന്ന വരവ് കണ്ടോന്ന് പറയാണ്. ഈ സമയത്ത് പല്ലവി അവരുടെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് അങ്ങോട്ട് ശ്രീദേവി മിസ് പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി. എന്നാലും സമ്മതിച്ചു തന്നിരിക്കും ടീച്ചറെ, മാനേജ്മെന്റിന്റെ ടീച്ചറിന് നിരപരാധിത്വം വ്യക്തമായല്ലോ, അതുകൊണ്ടല്ലേ ടീച്ചറിനെ വീണ്ടും ജോലിക്കെടുത്തേ, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ പല്ലവി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് അങ്ങോട്ട് വേറെ ടീച്ചറും കൂടെ അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടതും ഉടനെ പല്ലവി ചോദിച്ചു, സുഖമാണ് ടീച്ചറെന്ന് ചോദിക്കണം. അതെ സുഖമായിട്ടിരിക്കണമെന്ന് പറയുന്നത് ബാന്ന് പറഞ്ഞിട്ട് പല്ലവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. കണ്ടില്ലേ പോക്കണ്ടില്ലേ, അധികം നാളെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല, അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറയണം. സ്വന്തം ഭർത്താവിനെയും തല്ലിയിട്ട് നടക്കുന്ന നടപ്പേ, എന്തൊരു കാലം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി മറ്റു ടീച്ചറും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശ്രീനി ടീച്ചറിനോട് പല്ലവി ചോദിച്ചു, അല്ല മോൻ വരാറുണ്ടോന്ന് ചോദിക്കും. അടുത്ത ആഴ്ച വരും, അടുത്ത ആഴ്ച അവന്റെ പപ്പയുടെ ഓർമ്മ ദിവസമാണെന്ന് പറയാണ്. അങ്ങനെ നടന്നങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് പ്രതാപൻ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റൈൽ ഷോപ്പില് ആൾക്കാർക്ക് നിർദ്ദേശം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറുപ്പേണ്ണ അങ്ങോട്ട് വന്നത്. എന്താ പ്രതാപ കാണണമെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കും. ഇങ്ങോട്ട് വാ പറയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അതെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ കുറുപ്പേണ്ണോട് സംസാരിക്കാണ്ട്, അത് പോയി സേതുവിനോട് പറയണമെന്ന് പറയാ. ഞാൻ എന്ത് കാര്യം? അല്ല ഇപ്പൊ തന്നെ ആകെപ്പാടെ പ്രശ്നത്തിലാ, ആ സേതുവിന്റെ സൈൻ വേണം എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട്, അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരുക. ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി കാര്യത്തിനല്ല. അതുകൊണ്ട് ആ സേതുവിനെ ഒന്ന് ഒതുക്കണമെന്ന് പറയാ. സേതുവിനെ ഒതുക്കാനോ? നീ എന്തൊക്കെയാ പറയണേ? അതെന്താന്ന് വെച്ചാ അവനെ കൊണ്ട് നമുക്കൊരു പത്രങ്ങൾ എഴുതി വാങ്ങിപ്പിക്കാം. അവനിനി ഇപ്പം ഈ സ്വത്തിന്റെ കാര്യത്തില്, അതായത് അവൻ കുറെ രേഖകളിലൊക്കെ സൈൻ ചെയ്യണമല്ലോ, ആ കാര്യത്തിലൊന്നും അവന് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. അവൻ ഇനി ഇതിനകത്തൊന്നും ഇടപെടാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ടൊരു പേപ്പർ എഴുതി വാങ്ങിക്കാന്ന് പറയണം. ഇത് കേട്ടതും കുറിപ്പാണ് ചോദിച്ചു, അതൊക്കെ അവൻ സമ്മതിക്കുന്ന കാര്യമാണോ പ്രതാപാന്ന് ചോദിക്കുകയാണ്. അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം, വെറുതെ വേണ്ട, അവന് ക്യാഷ് കൊടുത്തേക്കാം. കാരണം എല്ലാ കാര്യത്തിലും അവനൊരു മേൽനോട്ടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ സ്വത്തിന് വീതം അവൻ എടുത്തോട്ടെ. പക്ഷെ അതല്ലാതെ ഈ മേൽനോട്ടം വഹിക്കുന്ന കാര്യത്തിലെ സൈൻ ചെയ്യുന്ന കാര്യത്തില് അവന് അങ്ങനെ ഇനിയിപ്പോ ഒരു ഉത്തരവാദിത്വം ഇല്ല, അല്ലെങ്കിൽ ഇനി അവന് അങ്ങനെ വേണ്ട. പിന്നെ ഋതു അവരുടെയൊക്കെ ഇഷ്ടത്തിന് എന്നാൽ ചെയ്തോട്ടെ, അങ്ങനെ ഒരു പേപ്പർ എഴുതി തന്നാൽ മാത്രം മതി എന്ന് പറയാം. ഇത് കേട്ടത് എന്ത് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് കുറുപ്പേട്ടൻ പെട്ടെന്ന് പ്രതാപനോട്. എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ കൊടുക്കാന്ന് പറയാം. 5 ലക്ഷം രൂപയോ? അത് വളരെ കുറവായപ്പോലോ, എന്നാ 10 ലക്ഷം രൂപ കൊടുക്കാം. പറ്റില്ല. പിന്നെ 1 കോടി രൂപ കൊടുക്കണമെന്ന് പറയാം. 1 കോടി രൂപയോ? അതെ. ഓ അത് ഭയങ്കര കൂടുതലല്ല കുറുപ്പേട്ടൻ നിൽക്കുക. എന്നാ വേണ്ട, ഞാൻ സേതുവിനോട് സംസാരിക്കുന്നില്ലെന്ന് പറയും. ഇത് കുറുപ്പേട്ടൻ ഒരു നിമിഷം നിൽക്കുക, ഞാൻ പറയട്ടെ, 1 കോടിയെങ്കിൽ 1 കോടി രൂപ കൊടുക്കാന്ന് പറയണം.
എന്നാ ശരി, ഞാനൊന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് കുറുപ്പേട്ടൻ അങ്ങോട്ട് പോവാണ്. പിന്നീട് പ്രതാപൻ മാധവമേനോന്റെ മുറിയിലേക്കും കൂടി ചെല്ലുവാണ്. അങ്ങനെ ആ കസേര കണ്ടു. കസേരയിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു. മാധവമേനോന് ആ ബോർഡ് അതങ്ങ് പതുക്കി എടുത്തു. ഇതിനി ഇവിടെ വേണ്ട എന്നോർത്തിട്ട് അതും കൂടെ ഒറ്റ ഏറെ അങ്ങോട്ട് കൊടുക്കുവാണ്. ഇനി ഇവിടെ പ്രതാപം മാത്രം മതി. മാധവമേനോന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പ്രതാപന്റെ കാല വരാൻ പോന്നെ. പ്രതാപൻ ആരാന്ന് ശരിക്കും അറിയത്തില്ല എന്ന് പ്രതാപൻ ഇങ്ങനെ മനസ്സിൽ പറയാ. 1 കോടി രൂപ കൊടുത്ത് കാര്യം നേടിയാ എന്താ കുഴപ്പം? 10 കോടി രൂപ ആ കാര്യത്തിൽ വകുപ്പി പ്രതാപൻ ഉണ്ടാക്കത്തില്ലേ? എന്നോടാ കളി. പിന്നീട് കാണിക്കുന്ന വൈകുന്നേരം പല്ലവി വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് അങ്ങോട്ട് ശോഭ എന്നിട്ട് പറഞ്ഞു, മോളെ അതെ ഈ ചന്ദനം തൊടാൻ പറയണം. ചന്ദനം ഇതെന്താമേ? അല്ല വേണ്ട, ഞാൻ തന്നെ തൊട്ട് തരാന്ന് പറയണ. കാര്യം എന്താ? അതെ മോൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ശത്രുസംഹാര പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാമേ? അല്ല മോൾക്ക് ജോലി തിരികെ കിട്ടുവാണെങ്കിൽ കുറെ പൂജകളും വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിപ്പിച്ചതിന് പ്രസാദ മോൾ ഇത് കഴിക്കാൻ പറഞ്ഞ് അതോട് കൊടുക്കുക. എത്രയും പെട്ടെന്ന് മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം. ഇപ്പൊ കഷ്ടകാല സമയം, ഇതൊക്കെ മാറൂന്നേ. 6 മാസത്തിനുള്ളിൽ മോൾക്ക് നല്ല യോഗ വരാൻ പോന്നേ. മോളുടെ കഷ്ടകാലമൊക്കെ മാറും എന്ന് പറയണേ. ഇത് കേട്ടതും പെട്ടെന്ന് പല്ലവി പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ? ദേ മോളെ, നീ വേറൊരു വിവാഹം കഴിക്കണമെന്ന് പറയാം. വേറെ വിവാഹമോ? അമ്മേ ഞാൻ പറഞ്ഞല്ലോ വിവാഹത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കണമെന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് പ്രായമായി വരുക. നിന്റെ കാര്യം കൂടെ ഞങ്ങൾക്ക് നോക്കണ്ടേ? അതൊന്നും വേണ്ട. ഇപ്പൊ പാറുവിന്റെ കാര്യം ചിന്തിച്ചാൽ മതി എന്ന് പറയാം. പാറുവിന്റെ കാര്യം അത് ചിന്തിക്കാം. ആദ്യം നിന്റെ കാര്യം. നിനക്ക് നല്ലൊരു വരനെ കിട്ടും. നല്ല രാജകുമാരനെ പോലെ ഒരാൾ വരും നിന്റെ ജീവിതത്തിലേക്ക്. കണ്ടോ? ആ ജോൺസൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ അങ്ങനെ ഒരാളെ മോളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. മോള് വിവാഹത്തിന് സമ്മതിക്കണമെന്ന് പറയാ. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, എന്നെ ഒന്ന് വെറുതെ വിടുവോ അമ്മേ? എനിക്കിപ്പോ കല്യാണോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് പറയാ. ഇത് കേട്ടതും ശോഭയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ ശോഭ പറഞ്ഞു. അതെ ഞങ്ങൾ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അറിയാലോ, പിന്നെ എന്താന്ന്. ഇത് കേട്ടതും പല്ലവി ആകെപ്പാടെ പെട്ടു. അമ്മയുടെ ഭീഷണിയാണ്, അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നീട് കാണിക്കുന്ന ഋതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഋതുവിന് വല്ലാത്തൊരു ടെൻഷനാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് പ്രതാപൻ വരുന്നത്. പ്രതാപൻ വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയാം. എന്താ? അല്ല സേതുവിന്റെ കാര്യമാണ്. അവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെയൊക്കെ ചെയ്തോ? എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തേ ഞാൻ പറഞ്ഞ പോലെ എല്ലാം പേപ്പറുകളൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ട്. അത്തേൽ അവനെ കൊണ്ടൊരു ഒപ്പ് പിടിപ്പിച്ചാൽ മതി. പക്ഷെ 1 കോടി രൂപയാണ് ചോദിക്കുന്നത്. 1 കോടിയെങ്കിൽ 1 കോടി രൂപ. പൈസ റെഡിയായോ നിങ്ങളെന്ന് ചോദിക്കും. എല്ലാം റെഡിയായിട്ടുണ്ട്. അവൻ വരും. കുറുപ്പേട്ടൻ അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കാണും. അങ്ങനെയാണെങ്കിൽ ഈ പേപ്പറെ സൈൻ ചെയ്യുന്നതോട് കൂടിയിട്ട് അവന് പിന്നെ ഇവിടെ ഒപ്പിടേണ്ട കാര്യമോ നമ്മുടെ സ്വത്തുക്കളൊന്നും മേൽനോട്ടം വഹിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടാൽ ഋതു പറഞ്ഞു, എന്നിട്ട് വേണം എനിക്ക് അവനെ ഇവിടുന്ന് പതുക്കെ പതുക്കെ പുറത്താക്കാനായിട്ട്, ഈ പൊന്നുമ്മടം വീട്ടിൽ നിന്ന്. കണ്ടോ അങ്കിളേന്ന് പറയാണ്. ഈ സമയം പ്രതാപൻ പറഞ്ഞു, അതന്നെ എന്റെ ആഗ്രഹം. മോളെപ്പോൾ തന്നെ ഞാനെന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു, രണ്ടുപേരുടെ സംസാരമൊക്കെ കഴിഞ്ഞോ? അതെ ഇപ്പൊ തന്നെ വരാം. അതെ അങ്ങോട്ട് വാ, ഫുഡ് കഴിക്കാൻ വരാൻ പറയണം. വന്നേക്കാം, എടുത്ത് പോയിക്കോളാൻ പറയണം. പിന്നീട് പൂർണ്ണിമ അങ്ങോട്ട് പോവാ. ഈ സമയത്ത് ഋതു പറഞ്ഞു, എനിക്ക് കഴിക്കാൻ വേണ്ടെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മോൾക്ക് ആ ഇതിനെ കുറിച്ചുള്ള ടെൻഷനാണെന്നറിയാം. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവന്റെ കാര്യമൊക്കെ ഈ പ്രതാപം നോക്കിക്കോളാം. മോള് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. ഫുഡ് കഴിക്കാതിരിക്കരുത്. ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് ഋതുവിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ബേബി ചേച്ചി വന്നിട്ട് പറഞ്ഞു, ദേ ഋതുമോളെ, മോൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെയാ മോള് കഴിക്കാൻ പറയാണ്. ഋതുവിന് വിഷമമായി. ഋതു പറഞ്ഞ് വേണ്ടാന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയണം. കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തുക. ഈ സമയം പൂർണ്ണിമയും കൂടെ അങ്ങോട്ട് വന്നു, അച്ഛൻ വന്നു. അങ്ങനെ അവരെല്ലാം ഫുഡ് കഴിക്കാതിരിക്കുവാണ്. ഈ സമയത്ത് പ്രതാപനും കൂടെ അങ്ങോട്ട് വന്നിരുന്നു. അപ്പോഴാണ് കുറുപ്പേട്ടൻ അങ്ങോട്ട് വരുന്നത്. കുറുപ്പേട്ടൻ വന്നിട്ട് പറഞ്ഞതേ ആ സേതു വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും പ്രതാപൻ ഇങ്ങനെ നോക്കുവാണ് കുറുപ്പേട്ടനെ. പെട്ടെന്ന് പൂർണ്ണിമടുത്ത് എന്തിനുള്ള വരവായിരിക്കും പോലും, എന്തേലും പണികൾ ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? വെറുതെ വരാൻ വഴിയില്ല എന്നോർത്ത് ഇങ്ങനെ പൂർണ്ണിമ ഇങ്ങനെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.